നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പളയിൽ AI ക്യാമറ മൂലം നാട്ടുകാർക്ക് 8ന്റെ പണി. പലർക്കും ലഭിച്ചത് 1.5 ലക്ഷത്തോളം രൂപ പിഴ. പ്രതിഷേധം ശക്തം. കുരുന്നുകളെ വരവേറ്റ് കുഞ്ഞുമുട്ടായി ആൽബം. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കിയ ഗാനം വൈറൽ. മൊഗ്രാൽ ഗവൺമെന്റ് ഡിസ്പെൻസറിയിൽ ഹെൽത്ത് ID കാർഡുകൾ വിതരണം ചെയ്തു. ഡോക്ടർ സജിത് ബാബു IAS ഉദ്ഘാടനം നിർവഹിച്ചു. കാതടിപ്പിക്കുന്ന ശബ്ദവുമായി ബൈക്കോടിക്കുന്നവർ ജാഗ്രത. കർശന നടപടിയുമായി ചന്ദേര പോലീസ്. ഫലവൃക്ഷത്തോട്ടമൊരുക്കുവാൻ 1ാം ക്ലാസ്സിലെ കുരുന്നുകൾ. വാഴക്കോട് സ്കൂളിൽ പുതുതായി പ്രവേശനം നേടിയ കുട്ടികളാണ് തൈകൾ നട്ടത്. അനാഥരായ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് ആൽട്ടൻഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ വാർഷികാഘോഷം. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുമ്പളയിൽ AI ക്യാമറ മൂലം നാട്ടുകാർക്ക് 8ന്റെ പണി. 1.5 ലക്ഷം രൂപ വരെയാണ് ചിലർക്ക് ഫൈൻ ലഭിച്ചത്. 2023 മുതലുള്ള നിയമ ലംഘനങ്ങളിലെ പിഴയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും കിട്ടുവാൻ തുടങ്ങിയത്. ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി ഇതുവഴി വാഹനമോടിച്ച 400ഓളം പേരാണ് ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്നത്. കുമ്പള ബദിയടുക്ക റോഡിൽ കുമ്പള ടൗണിന് സമീപം സ്ഥാപിച്ചിരുന്ന ക്യാമറ മൂലമാണ് കുമ്പളയിലും പരിസരങ്ങളിലും താമസിക്കുന്ന നിരവധി പേർക്ക് 8ന്റെ പണി കിട്ടിയത്. 2023 സ്ഥാപിച്ച ഈ ക്യാമറയിൽ നിന്നും സമീപകാലം വരെ ആർക്കും പിഴ നോട്ടീസുകൾ ലഭിച്ചിരുന്നില്ല. ഇത് കാരണം ക്യാമറ പ്രവർത്തനരഹിതമാണെന്ന് കരുതി കാറിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയും ബൈക്കിൽ ഹെൽമറ്റ് വയ്ക്കാതെയും തലങ്ങും വിലങ്ങും യാത്ര ചെയ്ത 400ഓളം പേരാണ് ഇപ്പോൾ പണി വാങ്ങിയത്. 2023 മുതൽ ഈ ക്യാമറയിൽ പതിഞ്ഞ മുഴുവൻ പിഴകളും ഒരുമിച്ച് വന്നതോടെ പലരും ആശങ്കയിലായിരിക്കുകയാണ്. 1.5 ലക്ഷം രൂപ വരെയാണ് ചിലർക്ക് ഫൈൻ ലഭിച്ചത്. പിഴയെല്ലാം അടയ്ക്കുവാൻ ലോൺ എടുക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ നാട്ടുകാർ. 15 പിഴ നോട്ടീസ് വരെ ഒരുമിച്ച് ലഭിച്ച ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. ചെയ്തത് തെറ്റാണെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങിയതായി അറിയാൻ സാധിച്ചില്ലെന്നാണ് പിഴ കിട്ടിയവരുടെ പരാതി. കൂടാതെ ഇത്തരത്തിൽ വലിയ തുകകൾ ഒരുമിച്ച് ഫൈൻ കിട്ടിയാൽ സാധാരണക്കാരായ തങ്ങൾക്ക് എങ്ങനെ അടയ്ക്കുവാനാകുമെന്നും ഇവർ ചോദിക്കുന്നു. ഇങ്ങനെ ഒറ്റയടിക്ക് ഞങ്ങൾക്ക് 1.5 ലക്ഷം കിട്ടാൻ പറ്റില്ല. കുറേ ആൾക്കാരുണ്ട്. കുമ്പളയിൽ ചുറ്റോട്ടം നോക്കിയാൽ ഓൾമോസ്റ്റ് ഒരു 10-20 ആൾക്കാരുണ്ടോ എന്തായാലും. അത് ഇന്ന് രാവിലെ തന്നെ അവർ പറഞ്ഞു ഞങ്ങളെങ്ങനെ കിട്ടുന്നതെന്ന്. ഓട്ടോ ഡ്രൈവർമാരെല്ലാം ഉണ്ട്. കാറ് ഡെയിലി രാവിലെ തന്നെ കൊണ്ടുപോകുമ്പോഴേക്ക് ഫൈൻ വന്നു. ഫസ്റ്റ് ആ ഫൈന് ഒരിക്കൽ ഫ്ലാഷ് ആയിരുന്നെങ്കിൽ അറിയട്ടെ. ഇത് ഫൈൻ ക്യാമറ ശരിയില്ല എന്നിട്ട് ന്യൂസിൽ വന്നു, ഞങ്ങൾക്ക് പേപ്പറിൽ വന്നു. വന്നിട്ട് പിന്നെ നോക്കുമ്പോഴേക്ക് ഇത് റണ്ണിങ്ങിൽ തന്നെ ഉണ്ട്. അതൊന്നും ഞമ്മക്കറിഞ്ഞില്ല. ഞമ്മ ഇടാതെ പോയത് ഞങ്ങൾ തെറ്റാണ്. ഈ 2 വർഷം കഴിഞ്ഞിട്ടല്ലേ വന്നാൽ ഞങ്ങൾ എങ്ങനെ കിട്ടുന്നത്? അപ്പോൾ ഞങ്ങൾ ഈ ഹെൽമെറ്റ് വെക്കാതെനോ സീറ്റ് ബെൽറ്റ് ധരിക്കാതെനോ ഞങ്ങൾ ഒരിക്കലും ഇത് പറയുന്നില്ല. തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് അതിൻ്റെ കുറ്റസമയം ഞങ്ങൾ ഏൽക്കുന്നു. പക്ഷേ ഇനി പിന്നെ അധികാരികൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈന് 1.5 ലക്ഷം ഉള്ളത് പിന്നെ മാറ്റിയിട്ട് ചെറിയ എന്തെങ്കിലും സംഖ്യ അടക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം. ഇല്ലെങ്കിൽ വലിയ ഇപ്പോൾ തന്നെ ഒരു 500ഓളം പരാതികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഇതിൻ്റെ പൊതുപ്രവർത്തകരും ഞങ്ങളുടെ അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനെ ഉടനടി ഇതിനെ നടപടി ശരിയായ രീതിയിൽ വന്നില്ല എങ്കിൽ പിന്നെ എല്ലാവരെയും പിന്നെ ചേർത്തുകൊണ്ട് വലിയ ഒരു പ്രതിഷേധങ്ങൾ അടക്കം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഹൈക്കോടതി വിമർശനം നിലനിൽക്കെ ഗതാഗത നിയമലംഘനം കണ്ടെത്തിയാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ചെലാൻ ചുരുങ്ങിയത് 15 ദിവസത്തിനുള്ളിൽ അയക്കണമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. 2023 സമാനമായ ഒരു പരാതിയിൽ കേരള ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെയൊരു പശ്ചാത്തലം നിലനിൽക്കെയാണ് വർഷങ്ങൾ പഴക്കമുള്ള ചെലാനുകൾ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും നൽകിയിരിക്കുന്നത്. പിഴ ലഭിച്ചവർ സംഘടിച്ച് വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനായി വാട്സാപ്പ് കൂട്ടായ്മയുൾപ്പെടെ രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക ക്ലബ് ഫുഡ് ദിനം ആചരിച്ചു. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്നു. ഇതോടൊപ്പം ബോധവൽക്കരണ സെമിനാറും നടന്നു. കേരള സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലോക ക്ലബ് ഫുഡ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് നിർവഹിച്ചു.
ജന്മനാ കുട്ടികളുടെ കാൽപാദം ഉള്ളിലേക്ക് വളർത്തിയിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ക്ലബ് ഫുട്ട് എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിച്ചാലും ഒരുപക്ഷെ പലരും ശ്രദ്ധിക്കുകയില്ല. കുട്ടി ജനിക്കുന്നതിന് ക്ലബ് ഫുട്ട് രോഗവുമായിട്ടായിരിക്കും, പക്ഷെ അത് അധികമാനം ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ വളരെ നേരത്തെ തന്നെ അത് ശ്രദ്ധിക്കുകയും അതിനാവശ്യമായ ചികിത്സ തക്ക സമയത്ത് നൽകാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും വലിയ പ്രയാസം ഭാവിയിൽ നമുക്കുണ്ടാകുന്ന അത് മാനസികമായ പ്രയാസമായാലും സാമ്പത്തികമായ പ്രയാസമായാലും അതിൽ നിന്നൊക്കെ നമുക്ക് തീർത്തും ഒഴിവാക്കാൻ സാധിക്കുക. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, വാർഡ് കൗൺസിലർ ശ്രീലത എം, ജില്ലാ RCH ഓഫീസർ ഷാൻഡി KK, ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അരുൺ PV, ഡോക്ടർ മനോജ് JH, ഡോക്ടർ അഹമ്മദ് സഹീർ, അബ്ദുൽ ലത്തീഫ് മടത്തൽ, ഷിബു T നായർ, ഷീജ വിൽസൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ശ്രീകുമാർ മുകുന്ദൻ സ്വാഗതവും ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ ജലജ PT നന്ദിയും പറഞ്ഞു. ക്ലബ് ഫുഡ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുരുന്നുകളെ വരവേറ്റ് കുഞ്ഞുമുട്ടായി ആൽബം പുറത്തിറങ്ങി. കാസർഗോഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാസർഗോഡ് നഗരസഭയുടെ സഹകരണത്തോടെയാണ് പ്രവേശനോത്സവ ഗാന ആൽബമായ കുഞ്ഞുമുട്ടായി പുറത്തിറക്കിയത്. പുതുതായി ചേർന്ന വിദ്യാർത്ഥികളെ ഊഷ്മളമായി വരവേൽക്കുന്നതിനായി ഒരുക്കിയ മനോഹരമായ ഗാനം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. നവാഗതരായ കൂട്ടുകാർക്കും കളിക്കൂട്ടുകാർക്കും ആടിയും പാടിയും ആർത്തുല്ലസിക്കാനും പ്രവേശനോത്സവം ആഘോഷമാക്കുവാനുമാണ് കുഞ്ഞുമുട്ടായി ആൽബം ഒരുക്കിയത്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാസർഗോഡ് നഗരസഭയുടെ സഹകരണത്തോടെയാണ് ഈ പ്രവേശനോത്സവ ഗാന ആൽബം പുറത്തിറക്കിയത്. മനോഹരമായ ഗാനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. കൂട്ടുകാരെ കളിക്കൂട്ടുകാരെ കളിമുറ്റത്ത് കൂട്ടുകൂടി തിരിതെളിക്കാം അറിവുത്സവത്തിന് കുഞ്ഞുമുട്ടായി നുഴഞ്ഞിടാം. കൂട്ടുകാരെ കളിക്കൂട്ടുകാരെ കളിമുറ്റത്ത് കൂട്ടുകൂടി കുട്ടി ജീവിത കുറുമ്പ് കാട്ടുമ്പോൾ കുട്ടിക്കളികൾ ലഹരിയാക്കാം. ഉത്സവം ഉത്സവം പ്രവേശനോത്സവം. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആൽബത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നിർവഹിച്ചു. സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രീകരണം ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും എത്തിപ്പെടക്കാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച നമ്മുടെ GHS സ്കൂളിലെ അശോക് മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ HM, കാസർഗോഡ് നഗരസഭയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈർ ആസിഫ്, അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, കാസർഗോഡ് നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും ഇതുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള നല്ല ഒരു പാട്ട്, പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാട്ട് ഇവിടെ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SA സഹീർ ആസിഫ്, ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, സ്കൂൾ പ്രധാനാധ്യാപിക A ഉഷ, സ്റ്റാഫ് സെക്രട്ടറി N അബ്ദുറഹ്മാൻ, N അരുണ, CK മദനൻ, N അനിത, VS സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും പുതുതായി ചേർന്ന വിദ്യാർത്ഥികളെ ഊഷ്മളമായി വരവേൽക്കുന്നതിനുമായാണ് ആൽബം തയ്യാറാക്കിയത്. അന്യമാകുന്ന കുട്ടികളുടെ കളികളിൽ ലഹരി കണ്ടെത്തുന്നതിനും തിന്മയുടെ നൂതന ലഹരിയല്ല വേണ്ടത് എന്ന് ഉദ്ബോധിപ്പിക്കുന്ന സന്ദേശമാണ് ഗാനത്തിലൂടെ നൽകുന്നതെന്ന് ഗാനരചയിതാവും കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അശോകൻ കുണിയേരി പറഞ്ഞു. ഇന്ന് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പഴയകാല കളികളും ലഹരികളുമാണ്. പക്ഷേ ഇന്ന് ഈ കളികളൊക്കെ കുട്ടികളിൽ തിരിച്ചു കൊണ്ടുവരാനും കളികളിലൂടെ പഠനവും അതോടൊപ്പം അതിൻ്റെ ലഹരിയും ആസ്വദിക്കുക എന്നൊരു സന്ദേശം കൊടുക്കുക മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപിക P സുഷമയും ബാംഗ്ലൂരിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ M രാധികയും രണ്ടാം തരം വിദ്യാർത്ഥി K അവന്തികയുമാണ് ഗാനം ആലപിച്ചത്.
സിനിമാ നടനും അമൃത TV ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഷോ ഫെയിമുമായ ഹരി ശില്പി ചെറുക്കപ്പാറയാണ് സംവിധാനം. ഓർക്കസ്ട്ര, സംഗീത ഏകോപനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് നീലേശ്വരം സാൻ മൊസാട്ട് മ്യൂസിക്സിലെ സനത് ഷാനാണ്. ചീഫ് അസോസിയേറ്റ് അഭിലാഷ് കരുണാകരനും വീഡിയോ എഡിറ്റിംഗ് KR രഞ്ജിത്തും, കൊറിയോഗ്രാഫി രശ്മി അശോകനും, ക്യാമറാമാൻ ഷോബിൻ ഫ്രാൻസിസും, പ്രൊഡക്ഷൻ കൺട്രോളർ അശോകൻ കുണിയേരിയുമായിരുന്നു. കഴിഞ്ഞ വർഷവും അശോകൻ കുണിയേരി എഴുതി അധ്യാപിക P. സുഷമ ആലപിച്ച പ്രവേശനോത്സവ ഗാനം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ ഗവൺമെന്റ് ഡിസ്പെൻസറിയിൽ രോഗികൾക്കായുള്ള ഹെൽത്ത് ID കാർഡുകളും പേഷ്യന്റ് ID കാർഡുകളും വിതരണം ചെയ്തു. ഡോക്ടർ സജിത് ബാബു IAS വിതരണോദ്ഘാടനം നിർവഹിച്ചു. മൊഗ്രാൽ ഗവൺമെന്റ് ഡിസ്പെൻസറിയിൽ ABDM നെക്സ്റ്റ് ജെൻ ഹോസ്പിറ്റൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി രോഗികൾക്കായുള്ള ഹെൽത്ത് ID കാർഡുകളും പേഷ്യന്റ് ID കാർഡുകളും വിതരണം ചെയ്തു. മുൻ കാസർഗോഡ് ജില്ലാ കളക്ടറും നിലവിൽ സംസ്ഥാന സഹകരണ രജിസ്ട്രാറുമായ ഡോക്ടർ സജിത് ബാബു IAS വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡിസ്പെൻസറി ഹോസ്പിറ്റലോ ഈ തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു സംഗതിയാണ്. നിങ്ങൾ ഇതിന് ചെറിയൊരു പൈസയുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിലേക്ക് തന്നെ നോക്കാതെ കഴിവും സൗകര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൂടി തന്നെ ഇത് വാങ്ങിയെടുക്കണം എന്നാണ് അറിയിക്കേണ്ടത്. കാശില്ലാതെ നമുക്ക് കൊടുക്കാം. 25 രൂപയുടെ ചാർജ് വരിക. അപ്പൊ അത് സംസ്ഥാന ഖജനാവിലേക്ക് വീടിൽ ബാധ്യത നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്പനിയുടെ ഫണ്ട് കൊണ്ടോ ഒക്കെ ഇത് ജനം വിതരണം ചെയ്യണമെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ യൂസഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷക്കീർ അലി KA, ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ ദീപ്തി DC, കണ്ണൂർ DPM ഡോക്ടർ അജിത് കുമാർ, 18ാം വാർഡ് മെമ്പർ റിയാസ് മൊഗ്രാൽ, HMC അംഗങ്ങൾ സുഹൈബ് മൊഗ്രാൽ, റിയാസ്, കരീം സിദ്ദീഖ് റഹ്മാൻ, യുനാനി സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അനാഥരായ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് ആൾട്ടൻഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ വാർഷികാഘോഷം. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന വാർഷികാഘോഷ പരിപാടി മഞ്ചേശ്വരം MLA AK മഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അനാഥരായ മാതാപിതാക്കളെയും വൃദ്ധസദനങ്ങളെയും സഹായിക്കുന്ന കൂട്ടായ്മയായ ആൾട്ടൻഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ 5ാം വാർഷികാഘോഷം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മഞ്ചേശ്വരം MLA AK മഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ആൾട്ടൻഹൈം പ്രസിഡന്റ് ആഷിർ ലളിത അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ സാബിറ എവറസ്റ്റ് സ്വാഗതം പറഞ്ഞു. തുടച്ചുമാറ്റാം വൃദ്ധസദനങ്ങൾ പുതുതലമുറയിലൂടെ എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഡോക്യുമെന്ററി പ്രദർശനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, കാസർഗോഡ് ASP P. ബാലകൃഷ്ണൻ നായർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കരുണയുള്ള, സ്നേഹമുള്ള, സഹായിക്കാൻ സന്നദ്ധയുള്ള ഒരുപാട് ആൾട്ടൻഹൈമിനെ പോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും മറ്റുള്ളവരുടെ നിങ്ങളുടെ സ്വന്തം കാര്യം വിട്ട് മറ്റുള്ളവരുടെ സ്നേഹിക്കാനുള്ള, അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സമൂഹം, ഞാനും എൻ്റെ ഭാര്യ എന്താണ് മറ്റേ സ്വർണ്ണപ്പണിക്കാരൊക്കെ പറഞ്ഞ പോലുള്ള അത്രയധികം എന്താണ് സ്വാർത്ഥ അല്ലെങ്കിൽ നാരോ മൈൻഡായി ജീവിക്കുന്ന ഈ സമൂഹത്തിൽ മറ്റു യാതൊരുവിധ ലാഭേച്ഛയുമില്ലാതെ ഒരാളെയും അറിയിക്കാതെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് കരുതി ആൾട്ടൻഹൈം നടത്തുന്ന ആ പ്രവർത്തി ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയധികം കാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴിവിടെ വന്നിട്ടാകുമ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. മറ്റുള്ളവരെ ബോധിപ്പിക്കാനില്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കരുണ. 2004 വൃദ്ധസദനത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തന നേതൃത്വം നിർവഹിച്ച ആൾട്ടൻഹൈം കൂട്ടായ്മ പ്രവർത്തകരായ ഉത്രാടം സുരേഷ്, ത്രേസ്യാമ ലൂക്കോസ്, ജോഷുവ ആഷിർ തിരുവനന്തപുരം, മിനി, ജോബിൻ കോട്ടയം, ജയശ്രീ കൊല്ലം, കമറുന്നിസ കടവത്ത് കാസർഗോഡ്, മൊയ്തീൻ മലപ്പുറം, സുഹറ അഷ്റഫ് കാസർഗോഡ്, ബാബു പാറയിൽ എറണാകുളം എന്നിവരെയും 2004 വർഷത്തിലെ ഏറ്റവും മികച്ച സേവനം കാഴ്ചവെച്ച വൃദ്ധസദനം, ഏറ്റവും മികച്ച കാരുണ്യ പ്രവർത്തകൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഉച്ചയ്ക്ക് ശേഷം കുട്ടി പുള്ളോസ് കാസർഗോഡ് അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. 2020 മെയ് മാസത്തിൽ രൂപം കൊണ്ട ഗ്രൂപ്പ് കേരളത്തിലുടനീളം വൃദ്ധസദനങ്ങളെ പലതരത്തിൽ സഹായിച്ചു വരുന്നുണ്ട്. ഒപ്പം തെരുവിൽ കിടക്കുന്ന അനാഥരായ മാതാപിതാക്കളെയും സംരക്ഷിച്ച് സുരക്ഷിത സ്ഥാനത്താക്കുകയും ചെയ്തു വരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് GUP സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി. സംസ്ഥാന സഹകരണ രജിസ്ട്രാറും മുൻ കാസർഗോഡ് ജില്ലാ കളക്ടറുമായിരുന്ന ഡോക്ടർ D. സജിത് ബാബു IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് GUP സ്കൂൾ പ്രവേശനോത്സവം സംസ്ഥാന സഹകരണ രജിസ്ട്രാറും മുൻ കാസർഗോഡ് ജില്ലാ കളക്ടറുമായിരുന്ന ഡോക്ടർ D. സജിത് ബാബു IAS ഉദ്ഘാടനം ചെയ്തു. പഠന കിറ്റുകളുടെ വിതരണവും നടത്തി. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചത് മുതൽ
10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരെയും എനിക്ക് പേരെടുത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ ആദ്യം അത്ര പഠിപ്പിച്ച അധ്യാപകരും എനിക്ക് 10ാം ക്ലാസ്സിൽ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാൻ ചോദിച്ചിട്ടുള്ള മുഴുവൻ അധ്യാപകരെ എനിക്ക് പേരെടുത്ത് ഓർമ്മയുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ ഓർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നീട് വലിയ സംഗതിയാണ്. നമുക്കറിയാം, മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള തൈത്രീയോപനിഷത്തിലാണ് അത് പറയുന്നത്. മാതാവ് കഴിഞ്ഞാൽ പിതാവ് കഴിഞ്ഞാൽ പിന്നീടാണ് ഗുരു. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 വാക്കുകളാണ്. ഗു രു എന്ന് പറയുന്നത് നമുക്ക് ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ രോധിക്കുന്നവർ, രോധിക്കുന്നവർ. കുട്ടികളുടെ മനസ്സിലെ ഇരുട്ട് മാറ്റി വെളിച്ചം കൊണ്ടുവരുന്ന ഒരാളാണ് ഗുരു. PTA പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീലത ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. SMC ചെയർമാൻ ലൈജുമോൻ KC, മദർ PTA പ്രസിഡന്റ് അശ്വിത ഗോകുൽ, സീനിയർ അസിസ്റ്റന്റ് മീനാകുമാരി AP, ശ്രീകുമാർ A, ആശാ ബാബു എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് വിമലകുമാരി D സ്വാഗതവും SRG കൺവീനർ വിജയൻ E നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാതടിപ്പിക്കുന്ന ശബ്ദവുമായി ബൈക്കോടിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി ചന്ദേര പോലീസ്. വെടിപൊട്ടിക്കുന്ന ശബ്ദവും തീപാറുന്നതുമായ സൈലൻസറുകൾ പിടിപ്പിച്ച് റോഡിലിറങ്ങിയ ബൈക്കുകൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 20 എണ്ണമാണ് പിടികൂടിയത്. വാഹനങ്ങളിൽ വളരെ ചെറിയ രൂപമാറ്റം വരുത്തിയാൽ പോലും 5000-ന് മുകളിൽ പിഴ ചുമത്തുന്നതിന് നിയമമുള്ളത് ഉപയോഗപ്പെടുത്തി വരികയാണ് പോലീസ്. 1-ൽ കൂടുതൽ രൂപമാറ്റങ്ങൾ വരുത്തിയവർക്ക് ഓരോന്നിനും 5000 രൂപ വീതം ചുമത്തുന്നുണ്ട്. പൊതുറോഡിൽ ശബ്ദശല്യവും നാട്ടുകാർക്ക് അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന ഇത്തരം പ്രവണത കൈക്കൊള്ളുന്നവർക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. സ്കൂളുകൾ തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ടൗണുകൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന കർശനമാക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാവാത്തവർ വാഹനമോടിച്ചാലും ലൈസൻസ് ഇല്ലാതെ കൗമാരക്കാരും യുവാക്കളും വാഹനമോടിച്ചാലും 500,000 രൂപ പിഴ ചുമത്തുന്നതിന് പുറമെ 25 വയസ്സ് പൂർത്തിയാവാതെ പിന്നീട് ലൈസൻസ് ലഭിക്കുകയുമില്ല. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഫലവൃക്ഷത്തോട്ടമൊരുക്കുവാൻ വൃക്ഷത്തൈകളുമായി 1ാം ക്ലാസ്സിലെ കുരുന്നുകൾ. വാഴക്കോട് ഗവൺമെൻറ് LP സ്കൂളിലെ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളാണ് ഞാനും വിദ്യാലയവും ഫലവൃക്ഷ തണലിൽ എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രവേശനോത്സവ ദിനം സ്കൂൾ മുറ്റത്ത് ഫലവൃക്ഷത്തൈകൾ നട്ടത്. ഫലവൃക്ഷത്തോട്ടമൊരുക്കാൻ വൃക്ഷത്തൈകളുമായി 1ാം ക്ലാസ്സിലെ കുരുന്നുകൾ. വാഴക്കോട് ഗവൺമെന്റ് LP സ്കൂളിലെ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളാണ് ഞാനും വിദ്യാലയവും ഫലവൃക്ഷ തണലിൽ എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രവേശനോത്സവ ദിനം സ്കൂൾ മുറ്റത്ത് ഫലവൃക്ഷ തൈകൾ നട്ടത്. പ്രവേശനോത്സവം വാർഡ് മെമ്പർ A വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KV ബിജു തുമ്പയിൽ അധ്യക്ഷനായി. സ്ഥലം മാറ്റത്തെ തുടർന്ന് സ്കൂളിൽ നിന്ന് വിട്ടുപോകുന്ന പ്രധാന അധ്യാപകൻ PK ബിജു മാസ്റ്റർക്കും K രോഹിണി ടീച്ചർക്കും യാത്രയയപ്പും നൽകി. 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കോട്ടപ്പാറ ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി സ്കൂൾ ബാഗും 1ാം ക്ലാസ്സിലെയും പ്രൈമറി കുട്ടികൾക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന അമ്പലത്തറ യൂണിറ്റ് ട്രഷറർ PV കുഞ്ഞിക്കണ്ണൻ, കോട്ടപ്പാറ ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് E രാധാകൃഷ്ണൻ കാരാക്കോട്, സെക്രട്ടറി ശ്യാംകുമാർ, K രോഹിണി ടീച്ചർ, SMC ചെയർമാൻ KP സുകുമാരൻ, CDS മെമ്പർ ബിജി ബാബു, CV തമ്പാൻ, P ഗിരിജ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ PK ബിജു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബി നിഷാന്ത് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കേളുകുട്ടെ സണ്ണക്കൂഡ്ലുവിൽ വീടിന്റെ ചുറ്റുമതിലിടിഞ്ഞു വീണു. രാജശേഖരൻ എന്നയാളുടെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. സമീപവാസി JCB ഉപയോഗിച്ച് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തതാണ് മതിലിടിഞ്ഞു വീഴുവാൻ കാരണമായത്. കാസർഗോഡ് കേളുകുട്ടെ സണ്ണക്കൂഡ്ലുവിൽ മഴയിൽ വീടിന്റെ ചുറ്റുമതിലിടിഞ്ഞു വീണു. സണ്ണക്കൂഡ്ലുവിലെ രാജശേഖരൻ എന്നയാളുടെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. സമീപവാസി JCB ഉപയോഗിച്ച് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തതാണ് മതിലിടിഞ്ഞു വീഴുവാൻ കാരണമായതെന്നാണ് രാജശേഖരൻ പറയുന്നത്. മണ്ണെടുക്കുമ്പോൾ ഇക്കാര്യം തന്നെ അറിയിച്ചില്ലെന്നും രാജശേഖരൻ പറഞ്ഞു. ഏകദേശം 12 അടി ഉയരമുള്ള മതിലിന്റെ 50 അടി നീളത്തിലുള്ള ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഫൗണ്ടേഷൻ ഉൾപ്പെടെ മതിൽ വീണതിനാൽ വീടിന്റെ അടുക്കള ഭാഗത്തെ ഇന്റർലോക്ക് മുഴുവനായും ഇളകിപ്പോയി. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് രാജശേഖരനുണ്ടായത്. ഇക്കാര്യത്തിൽ പഞ്ചായത്ത്, താലൂക്ക് ഉദ്യോഗസ്ഥർ എന്നിവർക്കും കളക്ടർക്കും പരാതി നൽകിയെന്നും അധികൃതർ വന്ന് മതിൽ തകർന്നത് പരിശോധിച്ചതല്ലാതെ ഇതുവരെയായും ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ലെന്ന് രാജശേഖരൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ഫയർഫോഴ്സിന്റെ ഇടപെടലിൽ കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിക്ക് പുനർജന്മം. 20 കോൽ ആഴവും 15 കോൽ വെള്ളവുമുള്ള കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിയെ
അതിസാഹസികമായാണ് ഫയർഫോഴ്സ് രക്ഷിച്ചത്. മൊഗ്രാൽ പുത്തൂർ കുളങ്കരയിൽ 20 കോൽ ആഴവും 15 കോൽ വെള്ളവും ആൾമറയുള്ളതുമായ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിക്കാണ് ഫയർഫോഴ്സ് രക്ഷകരായത്. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു ആട്ടിൻകുട്ടി കിണറ്റിൽ വീണത്. ഏറെ വൈകിയാണ് സംഭവം സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആട്ടിൻകുട്ടിയെ രക്ഷിക്കുവാൻ നാട്ടുകാർ ശ്രമം നടത്തിയെങ്കിലും പറ്റിയില്ല. തുടർന്ന് കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. തുടർന്ന് റെസ്ക്യൂ നെറ്റിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PC സിറാജുദ്ദീൻ കിണറ്റിലിറങ്ങി ആട്ടിൻകുട്ടിയെ അതിസാഹസികമായി പുറത്തെടുക്കുകയായിരുന്നു. ആട്ടിൻകുട്ടി ആരുടേതാണെന്ന് അറിവായിട്ടില്ല. സേനാംഗങ്ങളായ E പ്രസീദ്, S അരുൺകുമാർ, അഖിൽ അശോകൻ എന്നിവരും റെസ്ക്യൂ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജീവകാരുണ്യ രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാവുകയാണ് ഡോക്ടർ സദാശിവ ഷെട്ടി കുളൂർ. ഒടുവിലായി ഇദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്കൂളിൻ്റെ LKG UKG വിഭാഗം 5 വർഷത്തേക്ക് ദത്തെടുത്തത് സേവന രംഗത്തെ മറ്റൊരു മഹനീയ പ്രവർത്തനമായി മാറി. നിർധനർക്ക് സഹായമേകി സദാശിവ ഷെട്ടി കുളൂർ തുടരുന്ന യാത്ര നിരവധി പ്രദേശങ്ങളിലാണ് വെളിച്ചം പകരുന്നത്. ഗ്രാമീണ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാംസ്കാരിക ഉന്നമനം എന്നിവയ്ക്കായി തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചയാളാണ് കുളൂർ കന്യാന സദാശിവ ഷെട്ടി. ഇത്തരത്തിൽ നിസ്വാർത്ഥ സേവനത്തിന് പേരുകേട്ട ഡോക്ടർ സദാശിവ കെ ഷെട്ടി തൻ്റെ ജന്മനാടായ കുളൂരിലെ ജനങ്ങൾക്ക് ഒരു പ്രകാശഗോപുരവും സ്വന്തം നാടായ സ്കൂളിൻ്റെ വികസനത്തിന് ഒരു വഴികാട്ടിയുമാണ്. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്കൂളിൻ്റെ സമഗ്ര വികസനത്തിനായി നിരവധി സംഭാവനകളുമായി ഈ മനുഷ്യൻ എന്നും രംഗത്തുണ്ട്. കുളൂരിലെ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിലെ LKG UKG വിഭാഗം 5 വർഷത്തേക്ക് ദത്തെടുക്കുന്നതിലൂടെ അദ്ദേഹം കുളൂരിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ കൂടി നിറദീപമായി. ഗ്രാമീണ പ്രദേശത്തെ താൻ പഠിച്ച സർക്കാർ സ്കൂളിൻ്റെ കൂടുതൽ വികസനത്തിനായി സ്കൂൾ പ്രവേശന ചടങ്ങിലാണ് അടുത്ത 5 വർഷത്തേക്ക് പ്രീ പ്രൈമറി വിഭാഗം ദത്തെടുക്കുന്നതായി ഇദ്ദേഹം അറിയിച്ചത്. ഈ അവസരത്തിൽ സ്കൂളിൻ്റെ പേരിൽ സദാശിവ ഷെട്ടി കുളൂരിനെ ഷാളും മെമൻറ്റോയും നൽകി ആദരിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം നാടിൻ്റെ ഉത്സവമായി. കൂളിയാട് സ്കൂളിൽ നടന്ന പരിപാടി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നവാഗതരായ കുട്ടികൾക്ക് വർണ്ണാഭമായ കിരീടം, പൂച്ചെണ്ട്, ബാഗ്, പുസ്തകങ്ങൾ, പഠനോപകരണങ്ങൾ, സമ്മാനങ്ങൾ എന്നിവ നൽകി കുട്ടികളെ സ്വീകരിച്ച് പ്രവേശനോത്സവ ഘോഷയാത്രയിൽ ഒരു നാടൊന്നാകെ അണിനിരന്നു. പ്രവേശനോത്സവത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് ബാലകൃഷ്ണൻ M അധ്യക്ഷത വഹിച്ചു. പ്രീ സ്കൂൾ 1ാം ക്ലാസ് പ്രവേശനം നേടിയ നവാഗതരായ കുട്ടികൾക്ക് കയ്യൂർ ചീമേനി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സുകുമാരൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ ശശികല KB, ചെറുവത്തൂർ BRC ട്രെയിനർ P രാജഗോപാലൻ, SMC ചെയർമാൻ കരുണാകരൻ K, MPTA പ്രസിഡന്റ് സന്ധ്യ VN, സീനിയർ അസിസ്റ്റന്റ് മനോജ് T എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് സുബൈർ VP സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുധീർ P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൂടങ്കല്ല് താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനം നിലച്ചു. ഡോക്ടർമാരുടെ ഒഴിവ് പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മഴക്കാലവും ഒപ്പം പനിക്കാലവും എത്തി. ഡെങ്കിപ്പനിയും കോവിഡും വൈറൽ പനിയും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മലയോരത്തിന്റെ ആതുരാലയത്തിന് ഡോക്ടറില്ലാ കാലം. 15 പേരുടെ സേവനം ലഭിക്കേണ്ടയിടത്ത് ആകെയുള്ളത് 7 ഡോക്ടർമാർ. അതിലൊരാൾ മെഡിക്കൽ ഓഫീസറുടെ ചുമതലയിലേക്ക് മാറിയതോടെ OP വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കേണ്ടവർ 6 ചുരുങ്ങി. ഇതോടെ പൂടംകല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനവും ഞായറാഴ്ച മുതൽ നിലച്ചു. ഓരോ ദിവസവും രാത്രികാലത്ത് പനിച്ചും ചുമച്ചും താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം വലുതാണ്. പകലാണെങ്കിൽ അത് ഇതിലുമധികമാകും. രാത്രി ഡോക്ടറുടെ സേവനം നിലച്ചതോടെ രോഗികൾ ഇനി സ്വകാര്യ ക്ലിനിക്കുകളെയോ 24 കിലോമീറ്റർ അകലെയുള്ള കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയെയോ ആശ്രയിക്കണം. കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പൂടങ്കല്ല് താലൂക്ക് ആശുപത്രിയിൽ
ഇന്നലെ മുതൽ രാത്രി 8 മണി മുതൽ ഉള്ള OP നിർത്തലാക്കിയിരിക്കുകയാണ്. അവിടെ അന്വേഷിക്കുമ്പോൾ അവിടെ HMC മീറ്റിങ്ങിലടക്കം ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 14ഓളം ഡോക്ടർമാർ വേണ്ടെടുത്ത് 7 പേരെ ഡ്യൂട്ടിക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7ഓളം പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ്. കർഷക തൊഴിലാളികളും ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പനി മുതലായ രോഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ പനത്തടിയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കും രോഗം മൂർധന്യാവസ്ഥയിലേക്ക് എത്തും. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം താൽക്കാലികമായി രാത്രി 8 വരെ മാത്രമാക്കിയിരിക്കുന്ന വിവരം പുറത്തുവന്നത്. സർജറിയിലും കുട്ടികളുടെ വിഭാഗത്തിലുമായി 2 വിദഗ്ധർ, 3 സിവിൽ സർജൻ, 6 അസിസ്റ്റന്റ് സർജൻ, 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്നിങ്ങനെ 15 ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത്. ഇതിൽ സർജൻ സ്ഥലം മാറിപ്പോയതോടെ വിദഗ്ധ ഡോക്ടറുടെ സേവനം കുട്ടികളുടെ വിഭാഗത്തിൽ മാത്രമായി ചുരുങ്ങി. 4 അസിസ്റ്റന്റ് സർജന്മാരിൽ ഒരാൾ മെഡിക്കൽ ലീവ് എടുക്കുകയും ചെയ്തതോടെ ആ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ എണ്ണം 3ആയും ചുരുങ്ങി. നിലവിൽ ഒരു സിവിൽ സർജൻ ഉണ്ടെങ്കിലും സ്ഥലം മാറ്റി പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ ഉടൻ ആശുപത്രി വിടും. മുഴുവൻ സമയവും പ്രവർത്തിക്കേണ്ട അത്യാഹിത വിഭാഗത്തിലാകട്ടെ 4 ഡോക്ടർമാർ വേണ്ടിടത്ത് മെഡിക്കൽ ഓഫീസറെ കൂടാതെ 1 ഡോക്ടർ മാത്രമാണുള്ളത്. മെഡിക്കൽ ഓഫീസർക്കാകട്ടെ ഓഫീസ് ജോലിയുടെ ഭാരം കഴിഞ്ഞ് രോഗികളെ പരിശോധിക്കാൻ പലപ്പോഴും സമയം തികയാതെ സ്ഥിതിയുമാണ്. വെള്ളരിക്കുണ്ട് താലൂക്ക് പരിധിയിലെ ഭൂരിഭാഗം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഉച്ച കഴിഞ്ഞുള്ള OPയും മുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പൂടംകല്ല്. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയിൽ നിരവധി പേർ പങ്കെടുത്തു. ഭാവി വിദ്യാഭ്യാസ സാധ്യതകളെക്കുറിച്ചറിയാൻ DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹോട്ടൽ എമിറേറ്റ്സിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. +2 കഴിഞ്ഞ ഇനി എന്താ, നാളെ ഉജ്ജ്വലമാക്കാൻ ഇന്ന് ശരിയായ വഴി അറിയൂ എന്ന ക്യാപ്ഷനോടുകൂടി റൈറ്റ് പാത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് അനുയോജ്യമായ കോഴ്സുകളിൽ ചേരുകയും അത് പഠിക്കുകയും അതിൽ വിജയിക്കുകയും അതുവഴി ജീവിതത്തിൻ്റെ സുഖകരമായ വഴികളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ചാണ് ഇന്ന് പ്രഗത്ഭരായ അധ്യാപകന്മാർ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. എൻ്റെ ദൗത്യം ഇതൊന്ന് ഉദ്ഘാടനം ചെയ്ത് ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി വഴിയൊരുക്കുക എന്നതാണ്. അതോടൊപ്പം ഒരു പൊതുവായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് നേരം മാത്രം സംസാരിക്കുക. ചിലപ്പോൾ അത് നിങ്ങളുടെ മുഖഭാവം നോക്കിയിട്ട് അങ്ങനെ നീണ്ടു പോകും. എന്ത് തന്നെ 2 മണി വരെ നിങ്ങൾക്ക് കരുതൽ തടങ്കൽ ശിക്ഷ നൽകാൻ വേണ്ടിയിട്ട് കമ്മിറ്റി തീരുമാനിച്ച സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചാൽ പോലും അതിൽ ഇളവ് പരോൾ അനുവദിക്കാനൊക്കെ വേണമെങ്കിൽ ഇളവ് അനുവദിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇതിൻ്റെ ക്രമീകരണം അങ്ങനെ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് ട്രഷറർ അനീഷ് കുറുമ്പാലം അധ്യക്ഷത വഹിച്ചു. വിദേശ പഠനം സാധ്യതകളും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ മുഹമ്മദ് ആഷിഖ് ക്ലാസ് എടുത്തു. AI ടൂൾസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിൽ സുമേഷ് കെയും ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പളയിൽ AI ക്യാമറ മൂലം നാട്ടുകാർക്ക് 8ന്റെ പണി. പലർക്കും ലഭിച്ചത് 1.5 ലക്ഷത്തോളം രൂപ പിഴ. പ്രതിഷേധം ശക്തം. കുരുന്നുകളെ വരവേറ്റ് കുഞ്ഞുമുട്ടായി ആൽബം. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കിയ ഗാനം വൈറൽ. മൊഗ്രാൽ ഗവൺമെന്റ് ഡിസ്പെൻസറിയിൽ ഹെൽത്ത് ID കാർഡുകൾ വിതരണം ചെയ്തു. ഡോക്ടർ സജിത് ബാബു IAS ഉദ്ഘാടനം നിർവഹിച്ചു. കാതടിപ്പിക്കുന്ന ശബ്ദവുമായി ബൈക്കോടിക്കുന്നവർ ജാഗ്രത. കർശന നടപടിയുമായി ചന്ദേര പോലീസ്. ഫലവൃക്ഷത്തോട്ടമൊരുക്കുവാൻ 1ാം ക്ലാസ്സിലെ കുരുന്നുകൾ. വാഴക്കോട് സ്കൂളിൽ പുതുതായി പ്രവേശനം നേടിയ കുട്ടികളാണ് തൈകൾ നട്ടത്. അനാഥരായ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് ആൾട്ടൻഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ വാർഷികാഘോഷം. AK അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു.
ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.